പ്രൈസ് ദി ലോർഡ്. നമുക്ക് സങ്കീർത്തനം 23 അധ്യായം 1 വാക്യം വായിക്കാം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തേക്ക് എന്നെ നടത്തുന്നു. ദൈവമക്കളെ, ദാവീദ് മഹാരാജാവ്, ഇസ്രായേലിൻ്റെ 2ാമത്തെ രാജാവായിരുന്ന ദാവീദ് തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു. ദൈവം എൻ്റെ ഇടയനാണ്. ഒരു ആടിനെ നോക്കുന്ന ഞാൻ ആടും, ദൈവം എൻ്റെ ഇടയനുമാണ്. ആ ഇടയൻ്റെ പ്രത്യേകത എന്താണ്? ആ ഇടയൻ എന്നെ നന്നായി ഗൈഡ് ചെയ്യുന്ന ഒരു ഇടയനാണ്. അതെനിക്ക് സംരക്ഷണം തരുന്ന ഒരു ഇടയനാണ്. ഞാൻ ആ ഇടയനിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആ ഇടയൻ എന്നെ നയിക്കുകയാണ്, എനിക്ക് ഭക്ഷണം തരുന്നുണ്ട്, എനിക്ക് സംരക്ഷണം തരുന്നുണ്ട്. അതുകൊണ്ട് യഹോവ എൻ്റെ ഇടയനാണ്. അത് നല്ല ഒരു ഇടയനാണ്. ഇങ്ങനെയുള്ള ഒരു ഇടയന് എനിക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നിനെപ്പറ്റി നാളെ ഞാൻ എന്ത് കഴിക്കും, എന്ത് കുടിക്കും എന്നുള്ളതിനെപ്പറ്റി ഞാൻ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം യഹോവയാണ് എൻ്റെ ഇടയൻ. ഇടയൻ്റെ ഡ്യൂട്ടിയാണ്, ഇടയനാണ് എന്നെ നാളെ ഞാൻ ഏത് മേച്ചിൽപ്പുറത്ത് ഞാൻ മേയുമെന്ന് തീരുമാനിക്കേണ്ടത് എൻ്റെ ഇടയനാണ്. അവനാണ് എന്നെ നയിക്കുന്നത്, അവനാണ് എനിക്ക് ഫീഡ് ചെയ്യുന്നത്, എനിക്ക് ഭക്ഷണം തരുന്നത്, അവനാണ് എനിക്ക് സംരക്ഷണം തരുന്നത്, ശത്രുക്കളുടെ ഇടയിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നത് ആ എൻ്റെ ഇടയനാണ്. അതുകൊണ്ട് അവൻ യഹോവ എൻ്റെ ഇടയനായതുകൊണ്ട് അത് എനിക്ക് മതി. വേറെ ഒന്നും എനിക്ക് ഈ ലോകത്തിൽ എനിക്ക് ആവശ്യമില്ല. എൻ്റെ അപ്പനും അമ്മയും എന്നെ തള്ളിക്കളഞ്ഞ ദിനങ്ങളുണ്ട്. ആ ദിനങ്ങളിൽ യഹോവയായിരുന്നു എൻ്റെ ഇടയൻ. ഹല്ലേലൂയ. ദാവീദ് മഹാരാജാവിൻ്റെ ജീവിതയാത്രയിൽ ഹല്ലേലൂയ ശമൂവേൽ പ്രവാചകൻ വന്നിട്ട് ദാവീദിൻ്റെ അപ്പനായ യിശ്ശായിയോട് പറയുകയാണ്, നിന്റെ മക്കളെ എല്ലാവരെയും വിളിച്ചു കൂട്ടുവാൻ പറഞ്ഞപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന ദാവീദിനെ മാത്രം ആ അപ്പനും അമ്മയും ഒഴിവാക്കി. അപ്പനും യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിയപ്പോൾ വനാന്തരത്തിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു ദാവീദിനെ ദൈവം കാണുകയാണ്. അപ്പനും അമ്മയും അവനെ മറന്നുപോയാലും മറക്കാത്ത ഒരു ദൈവമുണ്ട്. ആ ദൈവം ദാവീദിനെ പൊക്കിയെടുത്ത് ഇസ്രായേലിൻ്റെ രാജാവായി സിംഹാസനത്തിൽ ഇരുത്തുന്ന ആണ് നാം കണ്ടത്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ഈ ദൈവം എൻ്റെ നല്ല ഇടയനാണ്, യഹോവ എൻ്റെ ഇടയനാണ്. അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന്, തൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉരുകി പറയുകയാണ്, യഹോവ എൻ്റെ ഇടയനാണ്. കാരണം എൻ്റെ അപ്പനും അമ്മയുമല്ല എൻ്റെ ഇടയൻ എൻ്റെ യഹോവയാണ്. അവരെന്നെ മറന്നു, പലപ്പോഴും അവരെന്നെ മറന്നു പോയിട്ടുണ്ട്. ആ അവരെന്നെ മറന്നുപോയപ്പോൾ ദൈവം എൻ്റെ കൂടെ ഇരുന്നത് കൊണ്ടാണ് ഞാൻ ഇസ്രായേലിൻ്റെ രാജാവായത്. ഗോലിയാത്തിന് നേരെ ഞാൻ ചെന്നത് ദൈവം എൻ്റെ ഇടയനായതുകൊണ്ടാണ്. അവനാണ് എനിക്ക് ശക്തി തന്നത്. ഞാൻ കുറച്ച് കല്ലുകളും ഒരു കവണിയുമായി ഹല്ലേലൂയ മല്ലനായ ഗോലിയാത്തിന്റെ നേരെ ഞാൻ ചെന്നത് ദൈവം എനിക്ക് സംരക്ഷണം തന്നതുകൊണ്ടാണ്, ദൈവം എനിക്ക് പ്രൊട്ടക്ഷൻ തന്നതുകൊണ്ടാണ്. അവൻ എന്നെ തൊടാതെ ദൈവം എന്നെ വേലി ചുറ്റി ദൈവം എന്നെ സംരക്ഷിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ദാവീദ് തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പറയുകയാണ്, യഹോവ നല്ല ഇടയനാണ്, യഹോവ എൻ്റെ ഇടയനാണ്. ഹല്ലേലൂയ. ഗോലിയാത്തിനെ നേരെ ചെന്ന് അവൻ ഗോലിയാത്തിനെ കൊന്ന് ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തിനെ നേരെ ആക്രോശിച്ചു നിന്ന ആ മലനായ ഗോലിയാത്തിനെ ഈ പൈതലായ ഈ ചെറു കുട്ടിയായ ഈ ദാവീദ് അവനെ കൊന്നു. അത് ദാവീദിന്റെ ശക്തി കൊണ്ടോ മിടുക്കുകൊണ്ടോ കഴിവുകൊണ്ടോ അല്ല. ദാവീദ് പറയുകയാണ്, അത് എൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല, ദൈവം എൻ്റെ ഇടയനായതുകൊണ്ടാണ്. ദൈവം ദാവീദിന് ഇടയനായപ്പോൾ ദാവീദിന് ഗോലിയാത്തിനെ കൊല്ലുവാനായിട്ട് കഴിഞ്ഞു. ദാവീദിന്റെ ജീവിതയാത്രയിൽ ദാവീദിന്റെ അപ്പനും അമ്മയും ദാവീദിനെ മറന്നപ്പോൾ ദൈവം ദാവീദിന്റെ ഇടയനായതുകൊണ്ട്
ഹല്ലേലൂയ, ദാവീദിനെ നാളെ എവിടെ ഇരുത്തണമെന്ന്, നാളെ എന്ത് കഴിക്കണമെന്ന് ശത്രുക്കൾ ശൗവൽ രാജാവ് ദാവീദിനെ കൊല്ലുവാനായി ദാവീദിന്റെ പുറകെ ഓടിയെത്തിയപ്പോൾ, ഒരു രാജാവ് ഓടിയെത്തിയപ്പോൾ ദാവീദിന് വേണ്ടി സംരക്ഷണം തീർത്തത്, പ്രൊട്ടക്ഷൻ തീർത്തത് യഹോവയായ ദൈവമാണ്. അതുകൊണ്ടാണ് ദാവീദ് തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പറയുകയാണ്, യഹോവ എൻ്റെ ഇടയനാണ്, അവൻ നല്ല ഇടയനാണ്, യഹോവ എൻ്റെ ഇടയനാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ഓരോ ദിവസവും ദൈവം നമ്മുടെ ഇടയനാണെങ്കിൽ നാളെ നമ്മൾ എന്ത് ഉടുക്കും, എന്ത് തിന്നും എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദൈവം നമ്മുടെ ഇടയനാവുമ്പോൾ ആ ആടുകൾക്ക് വേണ്ട ഭക്ഷണം തരേണ്ടത് ദൈവത്തിൻ്റെ ഡ്യൂട്ടിയാണ്, കടമയാണ്. ദൈവം നമുക്ക് അത് തന്നിരിക്കും. ദൈവം ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ദൈവം നമ്മെ സംരക്ഷിക്കും. നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് നീങ്ങണം. യഹോവ എൻ്റെ ഇടയനാണ് എന്നുള്ള ധാരണയിൽ, എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ, ആ കോൺഫിഡൻസിൽ നമ്മൾ ജീവിക്കണം. ആ ദൈവം നമ്മുടെ ഇടയനാണെങ്കിൽ നമുക്ക് വേറെ ഈ ലോകത്തിലുള്ള വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ തൃപ്തരായിരിക്കണം. എബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയാൽ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ യഹോവ എബ്രഹാമിനോട് അരുളി ചെയ്യുകയാണ്, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. അങ്ങനെ എബ്രഹാമിനോട് പറഞ്ഞപ്പോൾ ഏത് ദേശത്തേക്കാണ് പോകുന്നത് എന്ന് എബ്രഹാമിന് അറിയില്ല. എബ്രഹാമിനോട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക, നിന്റെ ചാർച്ചക്കാരെ വിട്ട്, നിന്റെ ബന്ധുക്കാരെ സ്വന്തക്കാരെ എല്ലാം വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകുകയാണ്. അന്ന് എബ്രഹാമിനെ വിളിക്കുമ്പോൾ എബ്രഹാമിന് 75 വയസ്സുള്ള എബ്രഹാമിനെയാണ് ദൈവം വിളിച്ചിട്ട് തൻ്റെ ചാർച്ചക്കാരെ മുഴുവനും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു പോകുക. എബ്രഹാം തൻ്റെ ഭാര്യയായ സാരയെയും സഹോദരമായ ലോത്തിനെയും തനിക്കുള്ളതെല്ലാം കൂട്ടിക്കൊണ്ട് അവന് യാത്രയാകുകയാണ്. ദൈവമക്കളെ, അവിടെ എബ്രഹാം, ദൈവമാണ് എബ്രഹാമിൻ്റെ ഇടയൻ. അവൻ എവിടെ പോകുന്നു എന്ന് എബ്രഹാമിന് അറിയില്ല. ഏത് ദേശത്തേക്ക് പോകുന്നു എന്ന് എബ്രഹാമിന് അറിയില്ല. ഏത് വഴിക്ക് പോകുന്നു എന്ന് എബ്രഹാമിന് അറിയില്ല. അങ്ങനെ അറിയാത്ത വഴികളിലൂടെ എബ്രഹാമിനെ ദൈവം നടത്തുകയാണ്. അതുകൊണ്ടാണ് എബ്രഹാമിന് പറയാം, എന്താണ്, യഹോവ എൻ്റെ ഇടയനാണ്. കാരണം ഞാൻ ഏത് വഴിക്കാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നത് എന്ന് എബ്രഹാമിന് അറിയാതെ ദൈവം പറഞ്ഞ വഴിയിലൂടെ എബ്രഹാം യാത്ര ചെയ്യുകയാണ്. അതുകൊണ്ട് എബ്രഹാം പറയുകയാണ്, യഹോവയാണ് എൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഇടയനാണ്. കാരണം ഞാൻ ആടും, അവൻ ഇടയനുമാണ്. ഏതിലെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതിലെ പോകണമെന്ന്, നാളെ നമ്മൾ എവിടെ താമസിക്കണമെന്നും, നാളെ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നും നമ്മെക്കുറിച്ച് നമ്മേക്കാൾ ഉപരിയായി ചിന്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് യഹോവ എൻ്റെ ഇടയനാണ്. അത് നമ്മുടെ വിശ്വാസത്തോടെ നമ്മൾ പറയണം, ദൈവമേ നീയാണ് എൻ്റെ ഇടയൻ. എനിക്കറിയില്ല നാളത്തെ ദിവസം, നാളെ എന്ത് സംഭവിക്കുന്നുവെന്ന് എനിക്കറിയില്ല. അത് നിന്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. യോബിനും അവൻ്റെ വസ്തുക്കളെയും ദൈവം വേലികെട്ടി സൂക്ഷിച്ചു. ആ സൂക്ഷിച്ചപ്പോൾ അതെല്ലാം സംരക്ഷണമായിരുന്നു. ദൈവം ആ വേലി പൊളിച്ചു കളഞ്ഞപ്പോൾ യോബിൻ്റെ 10 മക്കൾ മരിച്ചു വീഴുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ എന്ത് സംരക്ഷണമുണ്ടെങ്കിലും ദൈവം നമുക്ക് സംരക്ഷണം തന്നില്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ സംരക്ഷണം കൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് യഹോവയാണ് നമുക്ക് സംരക്ഷണം തരുന്നത്. അവനാണ് നമ്മുടെ ഇടയൻ. ദൈവം നമ്മുടെ ഇടയനായി ഇരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത്, സംരക്ഷണം ഉണ്ടാകുന്നത്. എബ്രഹാമിൻ്റെ ജീവിതത്തിൽ, ദാവീദിൻ്റെ ജീവിതത്തിൽ, ദാവീദ്
രാജാവാകുമെന്നുള്ളത്, ഒരു ആട്ടിടയൻ ഒരു രാജ്യത്തിൻ്റെ രാജാവാകുമെന്നുള്ളത് ലോകത്തിൽ ഒരു മനുഷ്യനും അവൻ്റെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുവാൻ പറ്റാത്ത കാര്യമാണ്. നമുക്ക് എസ്കേൽ പ്രവചനം 34 അധ്യായം 11 വാക്യത്തിൽ വായിക്കുകയാണ്, യഹോവ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ തിരിഞ്ഞു നോക്കും. ഒരു ഇടയൻ ചിതറിപ്പോയിരിക്കുന്ന എൻ്റെ ആടുകളുടെ ഇടയിൽ ഇരിക്കുന്ന നാളിൽ തൻ്റെ ആട്ടിൻകൂട്ടത്തെ അന്വേഷിക്കുന്ന പോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിക്കും. ദൈവമായ യഹോവയായ ദൈവം പറയുകയാണ്, ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിക്കുന്ന ദൈവമാണ്. നമ്മളെ അങ്ങനെ ഉപേക്ഷിച്ചു വിടുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം എന്താണ്? നമ്മുടെ ആടുകളെ, ഹല്ലേലൂയ, നമ്മുടെ ആടുകളെ ദൈവം നമ്മുടെ ഇടയനായതുകൊണ്ട് തൻ്റെ ആടുകളെ, അവൻ ചിതറിപ്പാർക്കുന്ന ആടുകളെ അവൻ അന്വേഷിച്ച് കൂട്ടിച്ചേർത്ത് നമുക്ക് ആവശ്യമുള്ളത് തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മത്തായിയുടെ സുവിശേഷം 6 അധ്യായം 33 വാക്യത്തിൽ പറയുകയാണ്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ, അതാ ദിവസത്തിന് അന്നത്തെ ദോഷം മതി. ഹല്ലേലൂയ. ആദ്യമേ മുമ്പേ അവൻ്റെ രാജ്യം നീതിയും അന്വേഷിക്കും. മുമ്പേ യഹോവയായ കർത്താവിനെ നമ്മുടെ ഇടയനായി നമ്മൾ തിരഞ്ഞെടുക്കണം. അവനെ നമ്മുടെ ഇടയനായി തിരഞ്ഞെടുക്കുകയും നമ്മൾ അവൻ്റെ ആടുകളായി അവൻ്റെ കൂടാരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പാർക്കുകയും ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അതോടുകൂടെ എല്ലാം നമുക്ക് കിട്ടും. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതുകൊണ്ട് നാളത്തെ ദിവസത്തെ പറ്റി നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? വിചാരപ്പെടരുത്. നാളത്തെ ദിവസം നമ്മുടേതല്ല. നാളെ ദിവസത്തിനെ പറ്റി നമ്മൾ ഒരിക്കലും വിചാരപ്പെടരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് നാളത്തെ ദിവസം നമുക്ക് വേണ്ടി വിചാരപ്പെടും. കാരണം ഈ ആടുകൾക്ക് എന്ത് ഭക്ഷണം കൊടുക്കണമെന്ന് നാളത്തെ ദിവസമാണ്, ഹല്ലേലൂയ, അവരാണ് അന്വേഷിക്കുന്നത്. ദൈവമാണ് നമുക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹീബ്രു ലേഖനം 13 അധ്യായം 5 വാക്യത്തിൽ പറയുകയാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യനോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. നമ്മുടെ യഹോവയായ കർത്താവ് നമ്മുടെ ഇടയനായതുകൊണ്ട് അവൻ ഒരു നാളും നമ്മെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു ഇടയനാണ് നമ്മുടെ ഇടയൻ. ഹല്ലേലൂയ. ഇടയനായ ദൈവം ഇടയനായതുകൊണ്ട് ചെന്നായ്ക്കള് ആടിനെ പിടിക്കുവാൻ വരുമ്പോൾ ആ നല്ല ഇടയൻ നമ്മെ വിട്ട് ഓടിപ്പോകുകയില്ല. കൂലിക്കാരൻ ചെന്നായ വരുന്ന കാണുമ്പോൾ അവൻ ഓടിപ്പോകും. പക്ഷേ നല്ല ഇടയനുണ്ടല്ലോ, ആ നല്ല ഇടയനായ യേശു തമ്പുരാൻ നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, നമ്മെ ചെന്നായ്ക്കൾ പിടിക്കുവാൻ വരുമ്പോൾ അവൻ നമ്മെ വിട്ട് പോകുന്നവനല്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം നമുക്ക് ഉറപ്പ് തരികയാണ്. നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, തൻ്റെ അപ്പനും അമ്മയും തന്നെ ഉപേക്ഷിച്ചപ്പോൾ ദൈവം ദാവീദിന് തുണയായിരുന്നു. ദാവീദിനെ ശൗൽ രാജാവ് കൊല്ലുവാനായി ദാവീദിനെ പുറകെ ഓടിച്ചപ്പോൾ ദൈവം അവന് സംരക്ഷണം തീർത്തു, അവന് പ്രൊട്ടക്ഷൻ കൊടുത്തു. അതുകൊണ്ടാണ് ദാവീദ് പറയുകയാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. യഹോവയാണ് എൻ്റെ ഇടയനായതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒന്നിനും ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്, ആത്മവിശ്വാസമുണ്ട്. അവനെനിക്ക് സംരക്ഷണം തരുന്ന ദൈവമാണ്. അവനെന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവനെന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനെതിലേക്ക് എന്നെ നടത്തുന്നു. ഹല്ലേലൂയ. എനിക്ക് പച്ചപ്പുള്ള സ്ഥലങ്ങൾ എവിടെയാണ് പച്ചപ്പുള്ളത് എന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് നാളെ എന്ത് കുടിക്കും, എന്ത് തിന്നും എന്നുള്ളതിനെ പറ്റി ഞാൻ ചിന്തിക്കാറില്ല. എൻ്റെ ഇടയൻ യഹോവയായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കൂടാരത്തിൽ ദൈവത്തെ എൻ്റെ ഇടയനായി ഞാൻ സ്വീകരിച്ച അന്നു മുതൽ ഇന്നുവരെയും എന്നെ സംതൃപ്തിയോടെ പരിപോഷിപ്പിച്ച് നടത്തുന്നതാണ് നമ്മുടെ ദൈവം.
ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ ആ നല്ല ഇടയനെ നമ്മൾ വിട്ട് ഓടിപ്പോകരുത്. ആ ഇടയൻ്റെ കൂടാരത്തിൽ തന്നെ നമ്മൾ താമസിക്കണം. ആ ഇടയൻ നമുക്ക് സംരക്ഷണം തരുന്ന ദൈവമാണ്. ചെന്നായ്ക്കൾ വരുമ്പോൾ, ചെന്നായ്ക്കൾ ആട്ടുംകൂട്ടത്തെ പിടിക്കുവാൻ വരുമ്പോൾ, ആ നല്ല ഇടയനായ യേശു തമ്പുരാൻ ഹല്ലേലൂയ ഓടിപ്പോകുന്നവനല്ല, അവൻ ചെന്നായ്ക്കളെ കീറിക്കളയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഈ പ്രയാസങ്ങൾ വന്നാലും ബുദ്ധിമുട്ടുകൾ വന്നാലും എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും ആ നല്ല ഇടയനെ വിട്ട് നമ്മൾ പോകരുത്. ആ കാലേബ് അവനോട് പറ്റിച്ചേർന്നിരുന്നത് പോലെ യേശുവിനോട് പറ്റിച്ചേർന്നിരുന്ന് അവൻ്റെ വചനങ്ങളെ മാറോട് ചേർത്ത് പിടിച്ച് നമുക്ക് ജീവിക്കാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഈ വചനങ്ങളാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ കർത്താവേ, ആമേൻ.